ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10+2 എൻട്രീൻ്റെ കാഡറ്റ് എൻട്രി സ്കീമിലൂടെ പെർമനന്റ് കമ്മീഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഇന്ത്യൻ നേവിയിലേക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. സോ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്നാണ്. ഇതിൻ്റെ തുടക്ക സമയം, അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ നാവൽ അക്കാഡമി ഏഴിമല കണ്ണൂർ വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കണ്ണൂരാണ് ഇതിൻ്റെ ബാക്കിയുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള ഇതൊക്കെ വരുന്നത്, ഇതിൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 30 ഒഴിവ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 30 ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 2 ജൂലൈ 2007 1 ജാൻ 2010 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ സാധിക്കും 29 മെയ് 2026 ലാസ്റ്റ് ഡേറ്റ് 18 ജൂൺ 2026. അപ്പം വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. പരീക്ഷയൊന്നും ഇല്ല കേട്ടോ, നോ എക്സാം ആണ്. ഇതിന് എക്സാം ഒന്നും ഉണ്ടാവില്ല എന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പാസ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ, അതായത് +2 പാസ്സായിരിക്കണം. 10+2 പാറ്റേണിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും 70% മാർക്കോട് കൂടി ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോട് കൂടി പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇംഗ്ലീഷിൽ, അത് 10ലോ +2ലോ ഉണ്ടായാൽ മതി കേട്ടോ ഇംഗ്ലീഷിൽ. പക്ഷേ 70% മാർക്ക് നിർബന്ധമായിട്ട് ഈ സബ്ജക്റ്റിൽ PCMൽ +2ൽ വേണം. PCM എടുത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇംഗ്ലീഷിൽ 50% മാർക്ക് മിനിമം, 50% മാർക്ക് 10ലോ അല്ലെ +2ലോ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ GMain എക്സാമിനേഷൻ 2026, അത് BTechന് അപ്പിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സെലക്ഷൻ നടത്തുന്നത്. GMain എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് ശ്രദ്ധിക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടാകും. SSB ഇൻ്റർവ്യൂ പാസ്സാവുന്നവർക്ക് പെർമനന്റ് കമ്മീഷനിലേക്ക് ഇന്ത്യൻ നേവിയിൽ ഓഫീസറായിട്ട് കയറാനുള്ളൊരു അവസരമാണ് ലഭിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപേൻ്റെ മുകളിലേക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. തുടക്ക സമയത്ത് നിങ്ങൾക്ക് +2ലാണ് നിങ്ങൾ കയറുന്നത്, +2 ക്വാളിഫിക്കേഷനിലാണ് കയറുന്നത്. നമ്മുടെ NDA ഒക്കെ പോലെ തന്നെ നിങ്ങൾ +2 ക്വാളിഫിക്കേഷനിൽ കയറിയാലും ഇവിടുന്ന് നിങ്ങളെ കൃത്യമായിട്ട് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ നേവിയിൽ തന്നെ ഒരു സ്ഥിര ജോലിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പഠിക്കുന്ന സമയത്ത് 56,100 രൂപേൻ്റെ മുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് പോലൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് നല്ലൊരു അവസരം തന്നെയാണ്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.